എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ജോയ്സി. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് ഇച്ചിരി ചാമ്പങ്ങ കൊണ്ട് വൈൻ ഉണ്ടാക്കാവേ. അപ്പോൾ നമുക്ക് ചാമ്പങ്ങ വൈൻ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടാലോ? വെറും 5 ദിവസം കൊണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകും. അപ്പോൾ ഇത് നമ്മൾ ചാമ്പങ്ങയൊക്കെ പറിച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് കഴുകി ഒന്ന് തുടച്ചെടുത്തിട്ട് വേണം നമുക്ക് വൈൻ ഉണ്ടാക്കാനായിട്ടേ. അപ്പോൾ നമ്മുടെ ചാമ്പയ്ക്ക വൈനിടാനായിട്ട് നമ്മൾ ചാമ്പങ്ങ നല്ലപോലെ പൊട്ടിച്ച് അതിനകത്ത് അഴുക്കൊക്കെ കളഞ്ഞ് കഴുകി തുടച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ സാധാരണ മുന്തിരിങ്ങ ഇടുന്ന പോലെ തന്നെ നമുക്കൊരു കുക്കറിനകത്തോട്ട് നമ്മൾ ഈ കഴുകി എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ചാമ്പയ്ക്ക ഇട്ട് കൊടുക്കാവേ. ഇതൊരു 1.5 കിലോ ചാമ്പങ്ങ ഉണ്ട്. ഇനി നമുക്കിതിനകത്തോട്ട് ചേർത്ത് കൊടുക്കണ്ടേ ഒരു കഷ്ണം ഇതുണ്ട് നമ്മുടെ പട്ട, അതുപോലെ തന്നെ നമ്മുടെ സ്റ്റാർ ഇത്, പിന്നെ ഒരു 5 ഏലക്ക, ഒരു കഷ്ണം നമ്മുടെ ജാതിക്ക, ഒരു 5 ഗ്രാമ്പൂ, ഒരു കഷ്ണം ചതച്ച ഇഞ്ചി, പിന്നെ നമ്മൾ ആവശ്യത്തിനുള്ള പഞ്ചസാര. അപ്പം ഞാൻ ഇതിനകത്തോട്ടൊരു 1/2 കിലോ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതിനകത്തോട്ട് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ച് ഒറ്റയൊരു വിസിലടുപ്പിച്ച് ഒന്ന് തണുക്കാൻ മാറ്റി വെക്കാം. അപ്പോൾ ഞാൻ ഇതിനകത്തോട്ട് ഒരു 1.5 ഗ്ലാസ് വെള്ളമേ ഒഴിച്ച് കൊടുക്കുന്നുള്ളൂ. ഇത് ഈ ചാമ്പങ്ങയും പഞ്ചസാരയും ഇത് വെന്ത് കഴിയുമ്പോൾ ഒത്തിരി വെള്ളമായി പോവും. അതുകൊണ്ട് നമുക്കിതിനകത്തോട്ട് 1.5 ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ച് ഒന്ന് വിസിലടുപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ വൈൻ ഇത് കണ്ടോ, നമ്മൾ കുക്കറിനകത്ത് നമ്മൾ ചാമ്പയ്ക്ക എല്ലാം വേവിച്ച് വെച്ചു. ഇപ്പോൾ ഇങ്ങനെ ചാമ്പയ്ക്ക വേവിച്ച് വെക്കണം നിർബന്ധമൊന്നുമില്ല. ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്തോട്ടൊന്ന് ഒഴിച്ച് കൊടുക്കാം. നമ്മൾ പെട്ടെന്ന് ഇടാനായിട്ട് നമ്മളൊരു 4-5 ദിവസം കൊണ്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഇട്ടേക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ വെള്ളം തൊടാനൊന്നും പാടില്ല. അപ്പോൾ നമ്മൾ ഇത് കണ്ടില്ല, നമ്മുടെ വൈൻ നമ്മളെല്ലാം ഇതിനകത്ത് ഇട്ടു. നമ്മൾ ചാമ്പയ്ക്ക ഒന്ന് വേവിച്ചിട്ടതിന് കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് പെട്ടെന്നൊന്ന് ഇതൊന്ന് ഇതായി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതുകൊണ്ടോ നല്ലൊരു വെന്തേച്ച് നമ്മളിട്ടത്. അപ്പോൾ നമ്മൾ ഈ മുന്തിരിങ്ങയൊക്കെ ഇടുന്ന പോലെ തന്നെ ഇട്ടു. അപ്പോൾ അതിൻ്റെ പുളിയും ഇതുമൊക്കെ ഇറങ്ങുകയും ചെയ്യും. ഇനിയിപ്പോൾ നമ്മൾ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഞാനൊരു 1.5 സ്പൂണ് നമ്മുടെ ഈസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് സാധാരണ നമ്മുടെ അപ്പത്തിനൊക്കെ ഇടുന്ന ഈസ്റ്റാണ്, നമ്മൾ ബേക്കറിയിൽ നിന്ന് മേടിച്ച ഈസ്റ്റാണ്. അതൊന്നിട്ട് കൊടുത്തു. ഇനി ഇതിട്ടിട്ട് ഇത് നല്ലപോലെ ഒന്ന് നമ്മുടെ മരത്തവി വെച്ച് നമ്മളൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി വെച്ചേച്ച് നമ്മളൊന്ന് കെട്ടി വെക്കുവാണ്. നമുക്ക് എല്ലാ ദിവസവും ഒന്ന് നമുക്ക് എടുത്തെടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കണം. ഞാനിതൊരു 5 ദിവസത്തേക്കാണ് ഇപ്പോൾ വെച്ചേക്കുന്നത്. നമുക്കൊരു 3 ദിവസമൊക്കെ കഴിഞ്ഞ് നമ്മുടെ മുന്തിരി വൈൻ പോലെ തന്നെ നമുക്ക് കിട്ടും. പക്ഷേ എന്നാലും നമുക്കൊരു 5 ദിവസം കഴിഞ്ഞ് നമുക്ക് എടുത്താൽ മതി. നമുക്ക് എല്ലാ ദിവസത്തെയും ഇങ്ങനെ തവിയിട്ട്, വെള്ളം തൊടാത്ത തവിയിട്ട് നമുക്കൊന്ന് ഇളക്കി വെക്കണം. ഇനിയിപ്പോൾ നമുക്ക് മധുരമൊക്കെ ഇച്ചിരി കുറവാണെന്ന് തോന്നുവാണെങ്കിൽ വേണമെങ്കിൽ ഇതിങ്ങനെ നോക്കിയിട്ട് ഈ സമയത്ത് നമുക്ക് ഇട്ട് കൊടുക്കാവേ. ഇനിയിപ്പോൾ നമ്മുടെ വൈനിപ്പം ഒരു കറക്റ്റ് മധുരമാണ്. ഇനിയിപ്പോൾ നമുക്ക് ഒരു തുണി വെച്ചതൊന്ന് കെട്ടി വെക്കാം. നമ്മുടെ ഭരണിക്ക് അടപ്പില്ല, അതുകൊണ്ട് നമ്മളൊരു സാധാരണ ഒരു അടപ്പ് വെച്ചേച്ചാണ് കെട്ടുന്നത്. ഇനി നമുക്കിതുപോലെ ഒരു അടപ്പ് ഞാൻ വെച്ച് അടച്ചേച്ച് അതിൻ്റെ അടപ്പ് നമ്മുടെ കഴിഞ്ഞ വൈനിടയിൽ പൊട്ടിപ്പോയി. അപ്പോൾ ഇനി നമുക്കിതൊന്ന് കെട്ടി നമുക്കൊന്ന് വെക്കാം. അപ്പോൾ എല്ലാ ദിവസവും രാവിലെ നമുക്കിതൊന്ന് തുറന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കൊരു 5 ദിവസം കഴിയുമ്പോൾ നമ്മുടെ ചാമ്പയ്ക്ക വൈനൊന്ന് എടുക്കാവേ. അപ്പോൾ നമ്മൾ ഓരോ ദിവസവും ഇങ്ങനെ രാവിലെ എടുത്ത് നമ്മളൊരു വെള്ളമൊന്നും തൊടാത്ത ഒരു മരത്തിൻ്റെ തവി കൊണ്ട് നമ്മൾ എന്നും ഇത് ഈ 5 ദിവസവും നമ്മളിത് ഇളക്കി വെക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ ദിവസവും നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി വെച്ച് കഴിഞ്ഞാലേ അതിൻ്റെ ആ പ്രോസസ്സിങ് നടക്കുകയുള്ളൂ. അങ്ങനെ നമ്മൾ നമ്മുടെ വൈൻ ഇട്ടിട്ട് 5 ദിവസം കഴിഞ്ഞു. ഇത് 6ാമത്തെ ദിവസമാണ്. അപ്പോൾ നമുക്കിതൊരു ഒന്ന് അരിച്ച് ഒന്ന് നോക്കാം. ഞാൻ ആദ്യമായിട്ടാണ് ചാമ്പങ്ങ വൈൻ ഇടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിവിടെ ഈ പൊഴിഞ്ഞു പോകുമ്പോൾ നമ്മളത്ര കാര്യമായിട്ട് എടുക്കാറില്ലായിരുന്നു. പക്ഷേ നോക്കി, ആ ചാമ്പങ്ങ നമ്മൾ വേവിച്ചിട്ടിട്ട് പോലും അത് നല്ല ഒരു അലിഞ്ഞിട്ടോ ഒന്നുമില്ല, നല്ല കഷ്ണമായിട്ട് കിടപ്പുണ്ട്. അതുതന്നെയല്ല നമ്മൾ വൈൻ്റെ കളറെന്ന് പറഞ്ഞാൽ അതുപോലെ നല്ലൊരു കളറുമാണ്. പിന്നെ അതിൻ്റെ ആ ഒരു ഫ്ലേവറും ഒക്കെ എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളിയാട്ടോ. നമ്മൾ മുന്തിരിങ്ങ വൈൻ ഇടുന്നതിനേക്കാളും ഒക്കെ അത്ര ഇതേ കൂട്ടാം. ഇതുകൊണ്ട് നമ്മുടെ ആ ചാമ്പങ്ങയുടെ കഷ്ണം നല്ല കടാന്നാട്ടോ ഇരിക്കുന്നത്. അപ്പം നമുക്കിനി ഇത്
ഒരു നല്ല കുപ്പിക്കകത്താക്കി ഒരു കുറച്ച് ദിവസം വെച്ച് കഴിയുമ്പോൾ അത് ഊറിക്കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ തെളിയാണ് നമ്മൾ സാധാരണ ഊറ്റിയെടുക്കുന്നത്. അപ്പം നോക്കിക്കേ, നമുക്ക് നല്ല കളറിൽ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്കിതൊരു കുപ്പിക്കകത്തോട്ട് ഊറ്റി വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ടേസ്റ്റും കാര്യങ്ങളും ഒക്കെ നോക്കാവേ. അപ്പം ഞാൻ ഇവിടെ ഇരുന്ന് നേരത്തെയൊക്കെ ഞാൻ വൈനിട്ട് വെക്കുന്ന 2 കുപ്പി കഴുകി ഉണങ്ങി ഒട്ടും വെള്ളമൊന്നുമില്ല നല്ല ക്ലീനായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം അതിനകത്തോട്ട് ഞാൻ ഒഴിച്ച് വെക്കുവാണ്. അപ്പോഴേ നമുക്ക് നമ്മുടെ ചാമ്പങ്ങ വൈനൊന്ന് ഒഴിച്ച് നോക്കിയാലോ ഗ്ലാസ്സിനകത്തോട്ട്. എനിക്ക് 2 കുപ്പി കിട്ടിയിട്ടുണ്ട്. ഞാൻ അത്രയും ചാമ്പങ്ങയാണ് ഇട്ടത്. പക്ഷേ ഇതിനി ഊറണം കേട്ടോ. ഊറിയിട്ട് വേണം നല്ലപോലെ വരാനായിട്ട്. എനിക്ക് നല്ല കളറും ഒക്കെ നല്ല സ്റ്റൈല് കളറാണ്. എനിക്ക് മധുരം ഒത്തിരി ഇതില്ല, പിന്നെ വൈനും എനിക്കിഷ്ടമല്ലാത്തതുകൊണ്ട് ഇത് പിന്നെ നമ്മുടെ പച്ച കുപ്പിക്കകത്ത് നമ്മൾ ഒഴിച്ച് വെച്ചേക്കുന്നതുകൊണ്ട് ഇതുകൊണ്ട് പച്ച കുപ്പിക്കകത്ത് ഒഴിച്ച് വെച്ചിരിക്കുന്നതുകൊണ്ട് പച്ച കളർ ഇരിപ്പുണ്ട്. ഇത് കണ്ടോ, നല്ല കളറാണ് നോക്കി നമ്മുടെ ചാമ്പങ്ങ. ഞാൻ ഇച്ചിരി കുടിച്ച് നോക്കട്ടെ. അയ്യടാ, നമ്മുടെ മുന്തിരി വൈനേക്കാളും ഒക്കെ നല്ല സൂപ്പറാട്ടോ. നമ്മുടെ മുന്തിരി വൈനേക്കാളും അടിപൊളി ടേസ്റ്റാണ് നമ്മുടെ ഈ ചാമ്പങ്ങ വൈന്. അപ്പോൾ ഈ ചാമ്പങ്ങയൊക്കെ ഉള്ളവരെ വെറുതെ കളയാതിരുന്നു. നമ്മളിത് 5 ദിവസമാണ് ഇട്ട് വെച്ചിരുന്നത്. നമ്മുടെ ചാമ്പങ്ങ വേവിച്ച് നമ്മൾ ഇട്ടിട്ട് പോലും അത് അലിഞ്ഞിട്ടില്ല. നല്ല കടുകിടാന്നതിനകത്ത് കിടപ്പുണ്ട്. അപ്പം വൈൻ ഇഷ്ടമുള്ളവരൊക്കെ എല്ലാവരും ഒന്ന് ഇട്ട് നോക്കണേ. ഇങ്ങനെ നമ്മുടെ പറമ്പിലുള്ള സാധനങ്ങളല്ലേ ചാമ്പങ്ങയൊക്കെ, ഇട്ട് നോക്കണം. പിന്നെ നമ്മുടെ വീഡിയോയും ചാനലും ഒക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരെ ബൈ, താങ്ക് യു.